നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെയും നഴ്സിനെയും അസഭ്യം പറയുകയും ആശുപത്രി ഉപകരണങ്ങൾ തല്ലിത്തകർത്ത ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 2 പേരെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ആളൂർ സ്വദേശികളായ അരിക്കാട്ട് വീട്ടിൽ ഡെൽവിൻ, വയമേലി വീട്ടിൽ സുജിത്ത് എന്നിവരെയാണ് ആളൂർ പോലീസ് സംഭവസ്ഥലത്തു നിന്ന് കസ്റ്റഡിയിലെടുത്തത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:45 സംഭവം. റോഡ് അപകടത്തിൽ കാലിന്റെ വിരലിൽ ചെറിയ പരിക്കേറ്റ് ചികിത്സയ്ക്കായി ആശുപത്രിയിലെത്തിയതായിരുന്നു പ്രതികൾ. ഈ സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സ് ഒരു ചെറിയ കുട്ടിക്ക് ഇഞ്ചക്ഷൻ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ തങ്ങളെ ആദ്യം ചികിത്സിച്ചില്ലെന്ന് ആരോപിച്ച് പ്രതികൾ നഴ്സിനോട് തട്ടിക്കയറുകയും അസഭ്യവർഷം നടത്തുകയുമായിരുന്നു. ബഹളം കേട്ടെത്തിയ ഡ്യൂട്ടി ഡോക്ടർ പ്രതികളോട് ഡ്രസ്സിംഗ് റൂമിലേക്ക് വരാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇവർ ഡോക്ടർക്ക് നേരെ തിരിയുകയും അസഭ്യം പറയുകയുമായിരുന്നു. തുടർന്ന് അക്രമാസക്തരായ പ്രതികൾ നഴ്സിംഗ് റൂമിലെ കസേരകൾ മറിച്ചിടുകയും മേശപ്പുറത്തിരുന്ന മരുന്നുകളും ആശുപത്രി ഉപകരണങ്ങളും തട്ടിമറിച്ചിടുകയുമായിരുന്നു. കൂടാതെ ഡോക്ടറുടെയും നഴ്സിന്റെയും ചിത്രങ്ങളും വീഡിയോകളും ഇവരുടെ അനുവാദമില്ലാതെ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും ചെയ്തുവെന്ന് പോലീസ് അറിയിച്ചു. ആശുപത്രി അധികൃതർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഉടനടി സ്ഥലത്തെത്തിയ ആളൂർ പോലീസ് സംഘം പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. പ്രതികൾക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾക്ക് പുറമെ കേരള ഹെൽത്ത് കെയർ സർവീസ് പേഴ്സൺസ് ആൻഡ് ഹെൽത്ത് കെയർ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ടിലെ ജാമ്യമില്ലാ വകുപ്പുകൾ കൂട്ടിച്ചേർത്ത് കേസെടുത്തു. ഡെൽവിൻ ആളൂർ, അരൂർ, കോട്ടയം റെയിൽവേ പോലീസ് സ്റ്റേഷൻ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി ഒരു പോക്സോ കേസിലും RPF ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ ഒരു കേസിലും അടക്കം 10 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ആളൂർ പോലീസ് സ്റ്റേഷൻ SHO KV ഹരിക്കുട്ടനും സംഘവുമാണ് പ്രതികളെ പിടികൂടിയ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. മണ്ണിന്റെ മണമറിയാൻ ഞങ്ങളും പദ്ധതിയുമായി കാവലൂർ സെന്റ് ആന്റണീസ് LP സ്കൂൾ. കാവലൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിൽ ഈ അധ്യയന വർഷം നടപ്പിലാക്കുന്ന മണ്ണിന്റെ മണമറിയാൻ ഞങ്ങളും എന്ന പ്രവർത്തനം കുട്ടികളിൽ വലിയ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കൃഷിയോടുള്ള താല്പര്യം വളർത്തുകയും നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ അവസരമൊരുക്കുകയും ചെയ്യുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. വിത്ത് വിതയ്ക്കൽ മുതൽ ഞാറുനടൽ വരെ എല്ലാ പ്രവർത്തനങ്ങളിലും കുട്ടികൾ സജീവമായി പങ്കെടുത്തു. നെൽവിത്തിനങ്ങൾ, കൃഷിരീതികൾ, കൃഷിയുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് പ്രധാനാധ്യാപിക K. രമയും അധ്യാപകരായ VJ സൗമ്യ, ആഗ്നസ് മൈക്കിൾ എന്നിവരും കുട്ടികൾക്ക് വിശദമായി ക്ലാസുകൾ നൽകി. മണ്ണിനോടും കൃഷിയോടും കൂടുതൽ അടുപ്പം വളർത്തിക്കൊണ്ട് കുട്ടികൾ ഏറെ ഉത്സാഹത്തോടെ പാടത്ത് ഞാറ് നട്ടു. പ്രകൃതിയെയും കാർഷിക സംസ്കാരത്തെയും അടുത്തറിയാൻ സഹായിക്കുന്ന ഈ പ്രവർത്തനം കുട്ടികൾക്ക് മികച്ച അനുഭവമായി മാറി. കോടാലി ശ്രീ നാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിൽ ദേശീയ വായനാ ദിനം ആചരിച്ചു. ട്രസ്റ്റ് രക്ഷാധികാരി മോഹനൻ വടക്കേടത്ത് ഭദ്രദീപം തെളിയിച്ചു. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് മുൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ അശോകൻ പണിക്കശ്ശേരി മുഖ്യാതിഥിയായി. SN ട്രസ്റ്റ് ട്രഷറർ CK പ്രഭാകരൻ, വൈസ് പ്രിൻസിപ്പൽ VR അനു, SN സെക്രട്ടറി EN ശശി, വൈസ് പ്രസിഡന്റ് CP ഉണ്ണികൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി OC വിജയൻ, സ്കൂൾ PTA പ്രസിഡന്റ് KR രാഗേഷ്, പ്രോഗ്രാം കോർഡിനേറ്റർ VG ബിന്ദു എന്നിവർ പ്രസംഗിച്ചു. വായനാ ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കുള്ള വിവിധ മത്സരങ്ങൾ നടത്തുകയും സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. നിറയെ വായനശാലകൾ ഉണ്ടാക്കുന്ന അദ്ദേഹം ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ ഗുരുദേവ ദർശനങ്ങളെക്കുറിച്ച് പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ട്രസ്റ്റ്. എപ്പോഴും നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ കൂടണമെങ്കിൽ we have to say like that. പതുക്കെ നമുക്ക് അങ്ങനെ ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ തന്നെ നമ്മളുടെ ആ കോൺഫിഡൻസ് വർദ്ധിക്കുന്നതിലൂടെ തന്നെ നമ്മളുടെ പേഴ്സണാലിറ്റി ഫോം ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നല്ല ക്ലാസ്സൊക്കെ തന്ന് എല്ലാവർക്കും നല്ല കഥകളൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് നല്ലൊരു മോട്ടിവേഷൻ ആൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അനൗപചാരിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്ന അധ്യാപകനായിരുന്നു PN പണിക്കർ. ചിന്തിച്ച് വിവേകം നേടുക എന്നതാണ് വായനാ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം.
ആമ്പല്ലൂർ PS നമ്പൂതിരി സ്മാരക വർക്കേഴ്സ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് PN പണിക്കർ അനുസ്മരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK ബിന്ദു ഉദ്ഘാടനം ചെയ്തു. NR കുട്ടൻ അധ്യക്ഷത വഹിച്ചു. അളകപ്പ് നഗർ ലൈബ്രറി കൗൺസിൽ മേഖലാ കൺവീനർ ബാബു പുതുക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. SM റാഫി, വട്ടനാത്തറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CB സുരേഷ്, അലൻ പോൾ, കവി വാമദേവൻ, KC മാധവൻ എന്നിവർ സന്നിഹിതരായി. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,390 രൂപയും പവന് 1,07,120 രൂപയും രേഖപ്പെടുത്തി. റിട്ടയർഡ് അധ്യാപിക വരന്തരപ്പിള്ളി പുളിഞ്ചോട് പുതുശ്ശേരി തളിയപ്പറമ്പിൽ സാജു ഭാര്യ ബീന അന്തരിച്ചു. 58 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4:30 വരന്തരപ്പിള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ. സച്ചിൻ, സജയ് എന്നിവർ മക്കളും ട്വിങ്കിൾ മരിയ, സെറീന റോസ് എന്നിവർ മരുമക്കളുമാണ്. നന്ദിക്കര ചേർക്കര വീട്ടിൽ ദാസൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 വീട്ടുവളപ്പിൽ. മുൻ പറപ്പുകര ഗ്രാമപഞ്ചായത്ത് അംഗം വസുമതിയാണ് ഭാര്യ. ജൂനി, ജുനീഷ് എന്നിവർ മക്കളും ബാബുരാജ്, ലിജി എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ നമ്പാടൻ അന്തോണി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 5 കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ. മണ്ണംപേട്ട കടമ്പാട്ടുപറമ്പിൽ യോഹന്നാൻ ഭാര്യ മേരി അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആലീസ്, പരേതയായ മിനി എന്നിവർ മക്കളും വിൽസൺ മരുമകനുമാണ്. ആനന്ദപുരം കണയത്ത് നാരായണൻകുട്ടി നായർ ഭാര്യ അമ്മിണിയമ്മ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശിവപ്രസാദ്, പ്രേമൻ എന്നിവർ മക്കളും പ്രീതി ശിവപ്രസാദ് മരുമകളുമാണ്. തൊട്ടിപ്പാൾ പാലക്കട ശ്രീധരൻ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലൈജുവാണ് ഭാര്യ. ബിജു, അനിൽ, ശ്രീജ, ആര്യ എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.